ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തമുള്ള പോലീസിലെ ചിലരെങ്കിലും സ്വയം ഗുണ്ടകളാകുന്നതും സാധാരണക്കാരെ ഉപദ്രവിക്കുന്നതും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതും തുടർക്കഥയാവുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചി സ്വദേശി ഷൈമോൾ. ഗർഭിണിയായ ഷൈമോളെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ച CI പ്രതാപചന്ദ്രന് സസ്പെൻഷൻ കിട്ടിയെങ്കിലും മേലധികാരികൾ ഈ നടപടികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചതും സംഭവത്തിൽ നീണ്ട നിയമ പോരാട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കാത്തതും അതൊക്കെ മൂടിവെച്ച് ഈ ആരോപണ വിധേയനെ സംരക്ഷിച്ചതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ നിയമ പോരാട്ടത്തിലൂടെയാണ് അവർക്ക് ഇതുവരെയെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനായത്. തുടർന്നും കഠിനമായ ഈ കേസിൽ കേസെടുത്ത് അന്വേഷണം വേണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ശിക്ഷ ഉറപ്പാക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. തുടർന്നും നിയമ പോരാട്ടത്തിനാണ് അവരുടെ നീക്കം. ഷൈമ ഇപ്പോൾ തന്നെ കോടതിയെ സമീപിച്ചു എന്ന വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലേക്കൊക്കെ നയിച്ച സംഭവം എന്നതുകൂടി നമുക്ക് വിശദമായി നോക്കാം. പൊതുസ്ഥലത്തെ പോലീസ് മർദ്ദനം മൊബൈലിൽ ചിത്രീകരിച്ചതിന് ആണ് ഇവരുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ യുവാവിനെ തിരക്കി ഗർഭിണിയായ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വെച്ചിട്ടാണ് CI പ്രതാപചന്ദ്രൻ അവരെ ക്രൂരമായി മർദ്ദിച്ചത്. 2024 ജൂൺ 20 നടന്ന മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതാപചന്ദ്രനെതിരെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കൊച്ചി സ്വദേശി ഷൈമോൾക്കാണ് പോലീസിന്റെ ഈ ക്രൂരമായ നടപടി നേരിടേണ്ടി വന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ എന്താണോ നടന്നത് ആ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് പോലീസ് കൈമാറിയത്. മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതു ഇടത്ത് വെച്ച് 2 പേരെ മർദ്ദിക്കുന്നത് ഇവരുടെ ഭർത്താവ് ഫോണിൽ പകർത്തിയിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സംഭവം അറിഞ്ഞ് ഈ ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യയായ ഈ യുവതി സ്റ്റേഷനിലെത്തി. അവിടെ വെച്ചിട്ടാണ് SHO പ്രതാപചന്ദ്രൻ ഇവരെ മർദ്ദിക്കുന്നത്. യൂണിഫോം ധരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്റ്റേഷനിൽ അക്രമം നടത്തിയത്. യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നത് നമുക്ക് കാണാം. അവരെ മുഖത്തടിക്കുന്നതും വീഡിയോയിൽ കൃത്യമായി തന്നെ കാണാം. തുടർന്ന് കൂടുതൽ അക്രമത്തിന് മുതിർന്ന SHOയെ മറ്റുദ്യോഗസ്ഥർ പിടിച്ച് മാറ്റുകയായിരുന്നു. അല്ലായിരുന്നു എങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നറിയില്ല. മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾക്കായി 1 വർഷത്തോളം ഈ യുവതിക്കും ഭർത്താവിനും നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പരാതി നൽകിയപ്പോൾ യുവതി SHOയെ മർദ്ദിച്ചു എന്നാണ് പോലീസ് കള്ളക്കഥ മെനഞ്ഞത്. തുടർന്ന് കോടതിയെ സമീപിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചു. അതിനിടെ സംഭവം നടന്ന ദിവസത്തെ പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ഇന്നലെ പുറത്തു വന്നതല്ലാതെ കുറച്ചുകൂടി ദൃശ്യങ്ങൾ ഇവർ വരുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മഫ്റ്റിയിലും അല്ലാതെയും ഒക്കെ പോലീസുകാരുണ്ട്. വനിതാ പോലീസും ഉണ്ട്. മഫ്റ്റിയിലായിട്ടുള്ള വനിതാ പോലീസുകാരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുകയാണ്. 2 കൈക്കുഞ്ഞുമായാണ് നിസ്സഹായയായ ആ സ്ത്രീ അവിടേക്ക് എത്തുന്നത്. അവരുടെ ഭർത്താവ് ചെയ്ത വലിയ കുറ്റമെന്ന് പറയുന്നത് ഒരു പോലീസ് ഒരു യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നതാണ്. അപ്പോൾ
അതാണ് ഇത്രയധികം ചൊടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്, അയാളെ അന്വേഷിച്ചെത്തിയ ആ ഭാര്യയെയും അതിക്രൂരമായി മർദ്ദിക്കുന്നു. 2 കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഗർഭിണിയായ സ്ത്രീയാണ്. അവരോടാണ് ഈ രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാകുന്നത്. ആ ക്രൂരനായ SHO പ്രതാപചന്ദ്രനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുത് എന്നതാണ് പരാതിക്കാരി പറയുന്നത്. സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും ഷൈമോളും ഭർത്താവും ആവശ്യപ്പെടുന്നു. ഞാൻ ആക്രമിക്കാൻ ചെല്ലണം എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതിക്കാം. ഒരു വർഷം എനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞ് ഉറക്കെ നിലവിളിച്ചല്ലാണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോടം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വനിതാ പോലീസുകാരെല്ലാവരും വളരെ മോശമായിട്ടാണ് അയാളുടെ പക്ഷം ചേർന്നിട്ടാണ് നിന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റി, എന്നെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചു മാറ്റി കൊണ്ടുപോയതൊക്കെ. നടപടിയിൽ സംതൃപ്തിയാണോ? ഇപ്പോൾ അല്പം ഇനിയും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ന്യൂസ് 18നോട് പറഞ്ഞതിന് പ്രകാരം തന്നെ ആ യുവതി മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതിൽ വിശദമായ വാദം കേൾക്കാൻ ഹർജി ജനുവരി 17 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഈ യുവതി. ഇതിൽ ഇനി പിന്നോട്ടില്ല എന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ അഭിഭാഷകന്റെ പ്രതികരണം കേൾക്കാം. ക്രിമിനൽ നടപടി ചട്ടത്തിൻ്റെയും അതിൻ്റെ ഉപവകുപ്പുകളുടെയും പ്രത്യേക റൂൾസ് ഓഫ് പ്രാക്ടീസിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് പോലീസ് അന്വേഷിച്ചാൽ പോരാ. ഷൈമോൾ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് ഈ സ്വാൺ സ്റ്റേറ്റ്മെന്റുകൾക്കും തെളിവുകൾക്കും അധിഷ്ഠിതമായിക്കൊണ്ട് പ്രതിയായ CI പ്രതാപ് ചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. തുടർ നടപടികൾ ACGM കോടതിയിൽ മുന്നോട്ട് പോകും. അതേസമയം സ്റ്റേറ്റ് വലിയൊരു തുക കോമ്പൻസേഷനായി നൽകാൻ മാത്രം ഉതകുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ നടപടികളുമായിട്ട് ഹൈക്കോടതിയിലും ഷൈമോള് മുന്നോട്ട് പോകും. അപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ ആരും തങ്ങൾക്ക് അനുകൂലമായി പെരുമാറിയില്ല എന്നതാണ് പറയുന്നത്. വനിതാ പോലീസുകാർ പോലും അവരുടെ ഉത്തരവാദിത്വം എന്തു എന്നത് മറന്നു എന്നതാണ് പറയുന്നത്. ആ പോലീസുകാരനൊപ്പം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. പ്രതാപചന്ദ്രൻ, അയാളുടെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു ക്രിമിനലിന്റെ മനോഭാവത്തോടു കൂടിയാണ് ആ സ്ത്രീയെ അയാൾ മുഖത്തടിക്കുന്നത്. സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഇയാളെന്ന് തെളിയിക്കുന്ന നിരവധി പരാതികളും ഈ സംഭവം, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. 2023 തന്നെ പ്രതാപചന്ദ്രൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി സ്വിഗ്ഗി ജീവനക്കാരനായ റെനീഷാണ് രംഗത്ത് വന്നത്. ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ അവിടെ കുറേ പേര് ഇരിക്കാറുണ്ട് ആ പാലത്തിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് വന്നിട്ട് പറഞ്ഞ് ചൂരലുകൊണ്ട് വന്നത് എന്നെ തട്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ മനസ്സിലായി ചിലപ്പോൾ പോലീസുകാർ മഫ്തിയിലായിരിക്കും എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ വെയിലായി പോന്നിരുന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഈ SHO പ്രതാപചന്ദ്രൻ വന്നത്. എന്നിട്ട് പറഞ്ഞു നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ റിനീഷ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കാക്കനാടാന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എന്തിനാ എറണാകുളത്ത് തന്നെ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള കാര്യം, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞു പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ തള്ളിക്കണേ. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ കവർ എടുക്കുന്ന സമയത്താണ് ലാത്തിക്ക് തന്നെ അടിച്ചത്. ഞാൻ പറഞ്ഞു ലാത്തി പെട്ട് അയാളുടെ ലാത്തി ഒടിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ സാറേ എന്നെ തല്ലണേന്ന് വെച്ചപ്പോൾ മുഖത്തോട്ട് ഒറ്റടി അടിച്ച്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വിഷമമുണ്ട്, കാരണം കുറേ പേര് നോക്കുന്നുണ്ട്, സങ്കടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു തന്നെ. അപ്പോൾ എന്ത് വൈരാഗ്യമുള്ള രീതിയിലായിരുന്നു തല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ആ മുഖത്തിട്ട് തന്നെ നല്ല മുഷ്ടി ചുരുട്ടിയിരുന്നത് അടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ എങ്ങനെയൊക്കെയാണ് ഒരു പ്രകോപനവുമില്ലാതെ ആളുകളുടെ മുഖത്തടിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നു പ്രതാപചന്ദ്രൻ എന്ന് വേണം ആ റിനീഷിന്റെ പരാതി അല്ലെങ്കിൽ റിനീഷ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. പാലക്കാട് സ്വദേശിയായ യുവ നടനും പ്രതാപചന്ദ്രനെതിരെ രംഗത്തെത്തി. കിങ് ഓഫ് കൊത്ത എന്ന ഷൂട്ടിംഗ് സമയത്ത് കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ഇയാൾ പരാതിപ്പെടുന്നത്. ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കാം. എന്നുവെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാണ് വരിക. അത് മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെങ്കിൽ സാറിന് പരിവാഹനം ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവർ അതൊന്നും സമ്മതിക്കില്ല, ഇതിൻ്റെ ഒന്നും പരിവാഹനം ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ
ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നിരവധി പരാതികളാണ് പ്രതാപചന്ദ്രനെതിരെ ഇങ്ങനെ ഉയരുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പോലീസ് അതിക്രമങ്ങളാണ് LDF ഭരണത്തിൽ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിഷയങ്ങൾ അറിയാത്തയാൾ ആഭ്യന്തരമന്ത്രി പദത്തിൽ തുടരുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഗർഭിണിയുടെ കർണത്തടിച്ച ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ ഉണ്ടായോ എന്ന് ചോദിച്ച VD സതീശൻ കേരളം ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്നും ആരോപിച്ചു. അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവർ ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയെ, കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് 2024 ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ്. അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ്. തീർച്ചയായും നടപടിയെടുക്കാത്ത കാര്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ചെന്നാണ് കൊച്ചിയിലെ സംഭവം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അക്രമ സംഭവങ്ങൾ നിരവധിയാകുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് പോലീസിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും രമേശ് ചെന്നിത്തല വിമർശിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രതാപചന്ദ്രൻ എന്ന ഒരു പോലീസിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥന് മാത്രം പറ്റിയ വീഴ്ചയല്ല ഇത്. ഈ സംഭവം നടക്കുമ്പോൾ അവർ അന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നുണ്ട്. പക്ഷേ ആ പരാതി കിട്ടിയിട്ടും അതിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഈ ദൃശ്യങ്ങൾ നേടുന്നതിനായി കോടതിയിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ അയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നത്. അതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കുന്നത്. ഈ മേൽത്തട്ടിൽ അന്വേഷണം നടന്ന ഇടങ്ങളിലൊക്കെ പ്രതാപചന്ദ്രനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനം ശ്രമിച്ചിരിക്കുന്നു. അത് മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. പകരം ഈ പരാതിക്കാരെ അധിക്ഷേപിക്കാനും അവർ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാനും അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാനുമാണ് നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിച്ചത്. പോലീസിൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് തിരുത്തൽ നടത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അതിവിടെ ഉണ്ടായില്ല എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ സംഘത്തിലുള്ളവരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഗൺമാൻ ഇടപെട്ടത് സ്വാഭാവികം എന്ന് നിസാരവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതുപോലെ പുറത്തു വന്നിരുന്നു. അതും കോടതിയിൽ നിന്ന് ആണ് ആ ദൃശ്യങ്ങൾ സ്വന്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS-നായിരുന്നു അന്ന് മർദ്ദനമേറ്റത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവം. അത് പിന്നീട് നിയമ പോരാട്ടം നടത്തിയ ദൃശ്യങ്ങൾ വാങ്ങിയാണ് പിന്നീട് അതിൽ അന്വേഷണവും നടപടികളും ഉണ്ടാകുന്നത്. പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാകുന്നുണ്ടെങ്കിൽ, പോലീസുകാർ സ്ത്രീകളെ ഉൾപ്പെടെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടവർ, അധികാരികൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അവിടെ പോരായ്മ ഉണ്ടെങ്കിൽ, ആ സിസ്റ്റം ശരിയായി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അത് നീതി ഉറപ്പാക്കുന്നില്ലെങ്കിൽ അതിന്റെ തലപ്പത്തുള്ളവർക്കൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വവും. അവരിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം.